വലിയ വിഷമത്തിലാണ്. 3 വട്ടം കഴുകുമ്പോ വുളൂവിന്റെ നിയ്യത്തോടു കൂടി കഴുകുക എന്ന് പറഞ്ഞല്ലോ. അത് വുളൂവിന്റെ നിയ്യത്ത് വുളൂ ചെയ്യുമ്പോൾ മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിലാണ് നിർബന്ധമായും ഉണ്ടാകേണ്ട നിയ്യത്ത്. അങ്ങനെ വുളൂ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടാൻ വേറെ ഒരു നിയ്യത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതേ സമയത്ത് മുഖം കഴുകുക എന്ന സുന്നത്തിന്റെ മുമ്പുള്ള 2-3 സുന്നത്തുകളുണ്ട്. ഏതാണത്? പിന്നെ 2-3 സുന്നത്തുകൾ കണക്കൂട്ടിയ വേറെയും കുറെ ഉണ്ടാവും. ബിസ്മി എല്ലലും, അതുപോലെ ചില ദിക്ർ എല്ലലും, മുൻകൈ കഴുകലും, വായിൽ വെള്ളം കൊപ്പിളിക്കലും, മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റിലും, മിസ്വാക്ക് ചെയ്യലും, അതൊക്കെ മുഖം കഴുകുന്നതിന് മുമ്പുള്ള സുന്നത്തുകളാണ്. അങ്ങനെയുള്ളൊരു സുന്നത്ത് നമ്മളാണ്ട് പോയിട്ട് മുഖം കഴുകുമ്പോഴുള്ള നെയ്യത്തെക്കണം, അതിന് മുമ്പ് നെയ്യത്തെക്കണില്ലല്ലോ. അത് വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ ആ സുന്നത്തിനൊന്നും കൂലി കിട്ടൂല. അതിന് അപ്പൊ ഒരു നെയ്യത്ത് വേണം. അതുകൊണ്ട് ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഏറ്റവും അഭികാമ്യമായ രീതി വുളൂവിന്റെ തുടക്കം അഥവാ മുൻകൈ കഴുകി തുടങ്ങുമ്പോൾ തന്നെ വുളൂവിന്റെ സുന്നത്ത് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കുകയും മുഖം കഴുകുന്ന സമയത്ത് വുളൂവിന്റെ ഫർളിനെ കരുതുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും നല്ല രീതി അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മുഖം കഴുകി നിയ്യത്തൊക്കെ വെച്ച് മുഖം കഴുകി തുടങ്ങിയാൽ പിന്നെ 3 വട്ടം കഴുകാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, വേറെ നിയ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ആ നിയ്യത്ത് ഉണ്ടായിട്ട് കഴുകിയാലും ഇല്ലാതെ കഴുകിയാലും അവിടെ കൈ 3 തവണ ആവർത്തിച്ച് കഴുകിയതിന്റെ കൂലി കിട്ടും. അപ്പൊ പിന്നെ എന്ത് വേണ്ട, തീർച്ചയായിട്ടും രണ്ടാമത് ഈ പറഞ്ഞ നിയ്യത്ത് വിട്ടുപോയല്ലോ എന്നതിന്റെ പേരിൽ രണ്ടാമത് എന്താക്കണ്ട. അങ്ങനെ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെച്ചില്ല, അങ്ങനെയാണ് പ്രശ്നം. അപ്പൊ തീർച്ചയായിട്ടും അത് മടക്കണം. മുഖം കഴുകുമ്പോൾ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താക്കണം, മുഖം കഴുകലിനെ മടക്കണം. മടക്കി കഴിഞ്ഞാൽ 1 വട്ടല്ലേ ആകുള്ളൂ. 3 വട്ടം ആകുന്നതിന്റെ കൂലി കിട്ടാൻ വേണ്ടി അതിനെ 2 വട്ടം കൂടി കഴുകിയിട്ട് 3 വട്ടം ആക്കുകയും ചെയ്യണം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, അതായത് സ്ത്രീകള് അന്യപുരുഷന്മാരോടൊപ്പം പുറത്തു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്നെ പോലെ ഇപ്പൊ ഞാനിപ്പോ സൗദി ഹൗസ് ഡ്രൈവറാണ്. അപ്പൊ നമ്മളെ പോലുള്ള ഒരു യാത്രയില് അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് വല്ലാത്തൊരു ചോദ്യം. പക്ഷേ രോഗിക്ക് ഷുഗറാ, ഇഷ്ടം നല്ല ലഡുവ എന്ന് വെച്ചിട്ട് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ രാവിലെ 2 വൈകുന്നേരം 2 കൂടെ ലഡു എന്നോളിന്ന്? അത് പറയാൻ പറ്റുമല്ലോ. അതേമാതിരിയാണ് ചില വിഷയങ്ങളൊക്കെ. അത് ഉള്ളത് നമുക്ക് ഉള്ളതുപോലെ പറയാൻ പറ്റുള്ളൂ. അന്യ പെണ്ണിന്റെ കൂടെ ഒരു പുരുഷനോ അന്യ പുരുഷന്റെ കൂടെ പെണ്ണോ യാത്ര ചെയ്യാൻ പാടില്ല എന്നത് സർവാംഗീകൃതമായ പൊതു നിയമമാണ്. അപ്പൊ സാധാരണ സാഹചര്യങ്ങളിൽ അത് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നിയമം. പക്ഷെ എന്തുകൊണ്ടോന്നറിയില്ല, നമ്മുടെ അറബ് രാജ്യങ്ങളിൽ ഇന്ന് വളരെ വ്യാപകമാണ് അന്യ പുരുഷന്മാരെ ഡ്രൈവർമാരായി നിർത്തുകയും സ്ത്രീകളെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് എന്തുകൊണ്ട് അവിടെ തടയപ്പെടുന്നില്ല എന്ന് നമുക്കറിയുന്നില്ല. കാരണം അന്യ പെണ്ണിന്റെ കൂടെ അന്യ പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അത് അംഗീകരിക്കപ്പെടാൻ പറ്റിയ കാര്യം അല്ല. അവിടെ ചെറിയ യാത്ര, ദീർഘമായ യാത്ര എന്ന വ്യത്യാസമൊന്നും ഇല്ലതാനും. ഏത് യാത്രയായാലും അന്യ പുരുഷന്റെ കൂടെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, മൈക്ക്.